ഈസ്റ്ററിൻ്റെ തലേ ദിവസം ശനിയാഴ്ചയാണ് എൻ്റെ അമ്മ മരിച്ചത്. കുർബാന ഇല്ലാത്ത ദിവസമാണ് അന്ന്. എന്നെ മോർച്ചറിയിൽ വെച്ചു. ഞാൻ ഈസ്റ്ററിന് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കാൻ പള്ളിയിൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് പറയേണ്ട, ദൈവമേ, കുർബാന ചൊല്ലി കൊളാക്കരുത്, അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായേക്കണം. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുർബാന ചൊല്ലിയിട്ട് മരണത്തെ തോൽപ്പിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ബലി അർപ്പിക്കുന്നൊരു ഫീലായിരുന്നു. ഈശോയെ എൻ്റെ വീട്ടിലുള്ള ഒരു ജീവിക്കുന്ന അപ്പനായിട്ട് കാണാൻ പറ്റും. ചെട്ടിക്കാട് പള്ളി, ആ പള്ളി ആക്കിയതിൻ്റെ പിന്നിലെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഡൊമിനിക് അച്ഛനാണ്. 23 വർഷമാണ് ആ പള്ളിയിലിരുന്നത്. അച്ഛൻ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഓലപ്പരയായിരുന്നു, ഒരു ഷെഡ്, ചുറ്റുപാടൊക്കെ വെള്ളക്കെട്ടായിരുന്നു. വഞ്ചിക്കൊക്കെ ആരെങ്കിലുമൊക്കെ പള്ളിയിൽ വന്ന് അങ്ങനെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വിശുദ്ധ അന്തോണീസിനെ പറ്റി വാദോരാതെ പറഞ്ഞ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ആഴ്ചകളിലും അവിടെ വന്ന് പോകുന്നതെന്നാണ്. എവിടെ പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് പള്ളി കയറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നാവുമ്പോൾ ജസ്റ്റ് കർത്താവിൻ്റെ അടുത്ത് കർത്താവ് ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാണ്ട്, തിരിച്ചു വരുമ്പോഴും അതെ എത്തിയിട്ടാ. അപ്പോൾ ഈശോ ചോദിക്കും, പോയിട്ട് അത്ര നല്ല ജീവിതം അല്ലാണ്ട് ജീവിച്ചു, കുഴപ്പമില്ലത് കേട്ടോ. കാരണം പുള്ളിക്കാരനെ എല്ലാവരും അറിയാല്ല. പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ അമ്മമാരിങ്ങനെ നിൽക്കുമ്പോൾ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അമ്മമാരുടെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഇച്ചിരി സന്തോഷം. അതിന് മുമ്പ് സന്തോഷം ഉണ്ടായിരുന്നില്ലെന്നല്ല, കാരണം എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ശനിയാഴ്ചയാണ് എൻ്റെ അമ്മ മരിച്ചത്. പ്രിയമുള്ളവരെ, അന്ന് ഒരു സ്ഥലത്തും ഈ കുർബാനക്ക് കൊടുക്കുന്ന പരിപാടിയില്ല, കുർബാനയുമില്ല. കുർബാന ഇല്ലാത്ത ദിവസമാണ് അന്ന് അമ്മ മരിച്ചു. പക്ഷേ ആശുപത്രി കിടന്നാണ് മരിച്ചത്. ചെറിയൊരു നെഞ്ചുവേന വന്ന് ആശുപത്രി കൊണ്ടായതാണ്. മരിക്കാവുന്ന ഒരു രോഗമൊന്നും ആയിരുന്നില്ല, പക്ഷെ മരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഈസ്റ്ററാണ്. ഞാൻ അരിപ്പാലം പള്ളിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ഈസ്റ്ററാണ്. ഞാൻ ഫെബ്രുവരി 12 വന്നു. മാർച്ച് 31 ഈസ്റ്റർ. ആദ്യത്തെ ഈസ്റ്റർ തന്നെ ദൈവമേ ചളാവോ എന്നൊരു സന്ദേശം, അല്ല ഒരു സന്ദേഹം എൻ്റെ ഉള്ളിൽ വന്നു. പിതാവ് എന്നോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? അപ്പോൾ പറഞ്ഞു, ഇല്ല പിതാവേ, നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അമ്മ മരിച്ചു കിടന്ന് ഞാൻ അമ്മയുടെ ശരീരം മോർച്ചറി കൊണ്ടുവച്ചു. ഇച്ചിരി ചേട്ടന്മാരോടൊക്കെ പറഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതാണ്. എന്നെ മോർച്ചറിയിൽ വെച്ചു. ഞാൻ ഈസ്റ്ററിന് വേണ്ടിയിട്ട് കുർബാന അർപ്പിക്കാൻ പള്ളിയിൽ വന്നു. എൻ്റെ ഇടവപ്പള്ളിയിലെ 1-2 പേർക്കറിയാം. അവരോട് ഞാൻ പറഞ്ഞു, പുറത്ത് പറയണ്ട, കാരണം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മനോട് പറയേണ്ട, ദൈവമേ, കുർബാന ചൊല്ലി കൊളാക്കരുത്, അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായേക്കണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 2024 മാർച്ച് 31 ഈസ്റ്റർ കുർബാന ഞാനെന്ന പൗരോഹിത്യ വ്യക്തിത്വത്തിലെ 21ാമത്തെ ഈസ്റ്റർ കുർബാനയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കുർബാന ചൊല്ലിയിട്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും മരണത്തെ തോൽപ്പിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ബലി അർപ്പിക്കുന്നൊരു ഫീലായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഇത് പറയാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ, വീട്ടിൽ അമ്മയും അപ്പനും വേണ്ടപ്പെട്ടവരും ഒക്കെ മരിക്കുമ്പോൾ നമ്മളൊരു വൃത്തികെട്ട പേരിട്ട് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ മാറ്റിവയ്ക്കും. ആ പേരെന്താണ്? വാലായ്മ. എന്ത് വാലായ്മ? ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഉള്ളട്ടെ വാലായ്മ, അല്ലാതെ എന്തും വലിച്ചു വാരി തിന്നും, ഒരു കുഴപ്പമില്ല. സിനിമക്ക് പോണേൻ്റെ കുഴപ്പമില്ല, ഇറച്ചിയും പോത്ത് മീൻ ഒക്കെ വാരി വലിച്ചു തിന്നും. ഈസ്റ്റർ ആകുമ്പോഴേക്കും വാലായ്മയിൽ അത് വല്ലായ്മയാണ്. കാരണം എന്താണ്? വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റിയ അവസരമാണ് അത്, അല്ലേ? ഈസ്റ്ററിന് വെറുതെ ഇരിക്കുക. വാലായ്മ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് മീൻ, ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് ചിക്കൻ, അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇറച്ചി, അതൊക്കെ വാരി വലിച്ചു ഒരു നാണമില്ലാതെ തിന്നാൻ നാണാവില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീട്ടിൽ അപ്പം മരിക്കും, അമ്മ മരിക്കും. മരിച്ചവൻ എഴുന്നേറ്റ് അവൻ ഈ ലോകത്ത് എന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കത്തോലിക്കരായ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റണം, അമ്മ എൻ്റെ മരിച്ചിട്ടുണ്ടാവാം, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ജനന തിരുനാൾ അല്ലെങ്കിൽ ഈസ്റ്റർ അത് മാറ്റിവെക്കാനായിട്ട് എനിക്ക് അർഹതയില്ല എന്നുള്ളത്. പ്രിയമുള്ളവർ, എല്ലാ വർഷവും ഞാനിത് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈസ്റ്ററിന് ഞാനിത് പറയുമ്പോൾ എനിക്കൊത്തിരി ആധികാരികത ഉണ്ടായിരുന്നു.
കാരണം എൻ്റെ അമ്മ മരിച്ച് മോർച്ചറി കിടക്കുക. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിരുന്ന് കരയാമായിരുന്നു. പക്ഷേ അത് കരയാതെ ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത് വിശ്വാസത്തെ പ്രതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നവരാണ്. കാരണം കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന കുഞ്ഞുമക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ മരിക്കുമ്പോൾ നീ കരഞ്ഞോ, അത് കുഴപ്പമില്ല, പക്ഷേ ഈസ്റ്റർ ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നേരത്തെ തന്നെ പറഞ്ഞോട്ടെ, കാരണം എപ്പോഴാണ് മരിക്കാൻ പോണെന്ന് ഒരു പിടിയില്ല. പ്രിയമുള്ളവർ, 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. വെറുതെ കൈയും കാലും പൊക്കി ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ചോദ്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് തെറ്റുത്തരം പറയാൻ ഒരാൾക്കും പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ചോദ്യത്തിന്. പ്രിയമുള്ളവരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ, താഴ്ത്തിക്കോ. തിരിച്ചു ചെല്ലുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പോകുന്നവരൊന്ന് കൈവക്കിയേ. കണ്ട, വെറും 5% കുറഞ്ഞു. അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ചിട്ടില്ല, അല്ലേ? ഇത് അമ്മ പഠിപ്പിച്ച കാര്യമല്ലേ? എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞിട്ടില്ല തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ വരണം, തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ വരണം എന്ന് അമ്മ നിർബന്ധിക്കാതിരിക്കാനുള്ള കാരണം ഈ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്ന് പലതുമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ ഈശോ ഒറ്റ കാര്യം മാത്രമേ നമ്മളോട് പറയണം, മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എനിക്കതിനകത്തൊരു വിഷയമില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ പോകുന്നതിന് മുമ്പേ എൻ്റെ മുറിവൊന്ന് കാണാം, അല്ലേ? ഈശോയുടെ മുറിവൊന്ന് കാണും. ഈശോയുടെ ഈ മുറിവിൽ നിന്ന് ഇങ്ങനെ ചോര താഴേക്ക് വീഴുന്നുണ്ട്. 3 തുള്ളി ഉള്ളൂ കേട്ടോ, അല്ലേ? 3 ചെറിയൊരു തുള്ളിയും കൂടി ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ തിരുഹൃദയത്തിൻ്റെ. അപ്പോൾ 3-4 തുള്ളി ചോര വീഴുന്ന ചെറിയൊരു മുറിവുള്ളൊരു ഹൃദയമാണ് ഇത്. നീ കണ്ടിട്ട് പൊക്കോ. ദേ പുറത്തു പോയി നിൻ്റെ പ്രവൃത്തി, നിൻ്റെ ചില വാക്കുകൾ, നിൻ്റെ ചില നോട്ടങ്ങൾ, അത് എൻ്റെ ഈ മുറിവിന് വലിപ്പം കൂട്ടരുത്. പൊക്കോ, തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണണോട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നത്. എങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണാനാണ്? അമ്മാതിരി ഡയലോഗും അമ്മാതിരി പെരുമാറ്റവും നമ്മൾ പുറത്ത് നടത്തിയേക്കണം. അതുകൊണ്ട് ചിലരൊക്കെ അടുക്കളയിൽ കൂടി വരും, ഇല്ലേ? അങ്ങനെയാണത്. എന്താണ്, ഉമ്മറത്തെ കൂടി പോകാനിച്ചിട്ട് പാടാം. പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ പാലിക്കണം. നമ്മളുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മാത്രമല്ല, തിരിച്ചു വരുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈശോയെ എൻ്റെ വീട്ടിലുള്ള ഒരു ജീവിക്കുന്ന അപ്പനായിട്ട് കാണാൻ പറ്റും. വ്യത്യാസമുണ്ട്. ഈശോയെ ജീവിക്കുന്ന എൻ്റെ അപ്പനായിട്ട് കാണാൻ പറ്റും. ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സമയത്ത് എൻ്റെ പള്ളിയിലെ ഗോതിരത്ത് പള്ളിയിൽ വികാരിച്ചനായിരുന്നു ഡൊമിനിക് ചെറിയത്തച്ഛൻ. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ആളെക്കുറിച്ചൊന്ന് കേൾക്കണത് നല്ലതാണ്. കോട്ടപ്പുറം രൂപതയിലെ വളരെ പ്രസിദ്ധമായ ചെട്ടിക്കാട് പള്ളി, ആ പള്ളി ആക്കിയതിൻ്റെ പിന്നിലെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഡൊമിനിക് അച്ഛനാണ്. 23 വർഷമാണ് ആ പള്ളിയിലിരുന്നത്. അച്ഛൻ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഓലപ്പരയായിരുന്നു, ഒരു ഷെഡ്. ആളുകളൊന്നും പള്ളിയിലേക്കൊന്നും വരാനായിട്ട് ഒരു സാധ്യതയില്ല. ചുറ്റുപാടൊക്കെ വെള്ളക്കെട്ടായിരുന്നു. വഞ്ചിക്കൊക്കെ ആരെങ്കിലുമൊക്കെ പള്ളിയിൽ വന്ന് അങ്ങനെ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കുമ്പോൾ ആ അച്ഛനാണ് 23 വർഷം അവിടെ ഇരുന്നിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് വിശ്വാസികളെ ആ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊരു പരിപാടിയൊക്കെ വെക്കുമ്പോൾ ആളുകൾക്ക് വന്നെത്താൻ സൗകര്യപ്രദമായ രീതിയിലാണ് നമ്മൾ പരിപാടി വെക്കുള്ളൂ, ഇല്ലേ? ഇപ്പോൾ ഒരു കല്യാണം നടത്തൂ, ഒരു ഹോള് നോക്കുമ്പോൾ പാർക്കിംഗ് ഏരിയയൊക്കെ നോക്കും, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ അച്ഛൻ അതിനൊക്കെ ഒരു വിരോധാഭാസമായിരുന്നു. എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ അന്തോണീസിനെ പറ്റി വാദോരാതെ പറഞ്ഞ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ആഴ്ചകളിലും അവിടെ വന്ന് പോകുന്നതെന്നുള്ളതാണ്. ഈ ഡൊമിനിക് അച്ഛൻ എന്നെ ഈ പൗരോഹിത്യ സ്വീകരണത്തിന് വളരെയധികം വഴി നടത്തുകയും അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കൊച്ചച്ഛനായി പറൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിലിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടേക്ക് വന്നു. അച്ഛൻ പഠിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അപ്പോൾ എൻ്റെ വണ്ടിക്കാണ് അച്ഛൻ പോവുക. അച്ഛന് ഒരുമാതിരി പ്രായം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് അച്ഛൻ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എവിടെ പോകണമെങ്കിലും ദയസേ പോവാന്ന് പറയും. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് വരുമ്പോഴേക്കിന് അച്ഛൻ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. ഒരു 30 സെക്കൻഡ് പോലും പള്ളിയിൽ നിൽക്കത്തില്ല, അപ്പം തന്നെ തിരിച്ചിറങ്ങി വരും. എന്നിട്ട് എൻ്റെ വണ്ടി കയറിയിട്ട് സ്ഥലത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ 10-30 സെക്കൻഡ് പോലും എടുക്കില്ല, ചിലപ്പോൾ 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഇത് ഇത്ര തിരക്കിട്ട് എന്തിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ അന്ന് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ കൂടെ അല്ലടാ പോണത്, തിരിച്ചെത്തിച്ചേക്കണ കർത്താവേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന്.
അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കൗതുകത്തോട് നോക്കിയപ്പോൾ പറഞ്ഞില്ല, സത്യമായിട്ട് അങ്ങനെ തന്നെയാണ്, നീയും അങ്ങനെ തന്നെ ചെയ്യണം. എവിടെ പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് പള്ളി കയറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നാവുമ്പോൾ ജസ്റ്റ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ട്, കർത്താവ് ഞാനിങ്ങനെ സ്ഥലത്തേക്ക് പോകാണ്ട്, തിരിച്ചു വരുമ്പോഴും എത്തിയേട്ടാ. വീട്ടിൽ അപ്പൻ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പനോട് പറഞ്ഞിട്ട് പോകില്ല, തിരിച്ചു വരുമ്പോഴും അപ്പനോട് പറയും എത്തിയേട്ടാന്ന്. ആ ഒരു ഫീല്, ആ ഒരു ബന്ധം നമുക്ക് ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ്. അതിന് ദൈവം പ്രത്യേകമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദൈവാലയത്തിലാണ് ഇരിക്കുന്നത്. ഈ ദൈവാലയമാകുന്നതിൻ്റെ കാരണം എന്താണ്? ദിവ്യകാരുണ്യം. ഈ ദൈവാലയമാകാനുള്ള കാരണം ദിവ്യകാരുണ്യമാണ്. ഞാനിപ്പോൾ അവിടെ വന്ന് ആ സക്രാരിയിൽ നിന്ന്, ആ സക്രാരി ഉൾപ്പെടെ ഇവിടെ നിന്ന് പറിച്ചുകൊണ്ടുപോയി അപ്പുറത്ത് പാരിഷ് ഹോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാലയമാവും, ഇത് വെറുതെ കെട്ടിടമായിട്ട് മാറും. അതേപോലെ ഓരോ കത്തോലിക്ക കുടുംബത്തെയും കർത്താവിൻ്റെ കുടുംബമാക്കി മാറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ തിരുഹൃദയം. അതുകൊണ്ട് ഭവനം, എൻ്റെ മാറ്റിയിട്ട് ബാക്കി എന്താണ് ഭവനത്തിന്? വനം അല്ലേ? വീടൊരു കാടാണോ? വീടൊരു കാടാണ്. ആ വീട് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമല്ലെങ്കിൽ, അതുകൊണ്ട് ഭവനമാകുന്നത്, ഭംഗിയുള്ള വനമാകുന്നത് അവിടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാന്നിധ്യം വരുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ ഭവനം എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാണോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെതാക്കി മാറ്റണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മാർഗരീത്ത മറിയം, ഇനി നിങ്ങൾക്ക് മാർഗരീത്ത മറിയത്തെ ഇഷ്ടപ്പെടണം കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മാർഗരീത്ത മറിയത്തെ. അത് ചെറുപ്പത്തിൽ തുടങ്ങി ഇഷ്ടം. കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ അമ്മ നടത്തിയിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് 1.25 മണിക്കൂറാണ്. അതെന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും. ഒരു ജപമാല, പിന്നെ അവിടെ ഇവിടുന്നൊക്കെ കുറച്ച് സാധനങ്ങൾ, അമ്മക്കറിയാവുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും. ഇപ്പോൾ അത് കാണാനുമില്ല, കേൾക്കാനുമില്ല. അത് ലിപിയില്ലാത്ത കുറേ പ്രാർത്ഥനകളില്ല, അമ്മമാർക്ക് അങ്ങനെ ലിപിയില്ലാത്ത കുറച്ച് പ്രാർത്ഥനകളുണ്ടാകും. അപ്പോൾ അമ്മ അവസാനം പ്രാർത്ഥന അവസാനിപ്പിച്ച് വചനം വായിച്ച് അവസാനം മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെയൊക്കെ ഗാനം ആലപിച്ചതിന് ശേഷം ഈ ഒരു സാധനം എടുക്കുക. എന്ത്? പ്രതിഷ്ഠാജപം. ഏറ്റവും അവസാനത്തെ സാധനമാണ് എന്ത്? മാർഗരീത്ത മറിയമേ. അപ്പം ഞങ്ങളൊക്കെ കൂടി ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കണം. എന്താണ്? തീർന്ന് പരിപാടി. അത് മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് കിട്ടും? ചോറ് കിട്ടും. അപ്പം മാർഗരീത്ത മറിയവും ചോറും കൂടി അഭേദ്യമായ ബന്ധമാണ്. അങ്ങനെ മാർഗരീത്ത മറിയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സെമിനാരി ചേർന്ന് പഠിച്ച് അച്ഛനൊക്കെ ആയപ്പോഴേക്കും മാർഗരീത്ത മറിയത്തെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമായി. കാരണം എന്താണ്? മാർഗരീത്ത മറിയത്തിൻ്റെ ആ ഒരു വലിയൊരു സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ വീട് അത് ഈശോയുടെയാണ്. എൻ്റെ വീട് ഈശോയുടെ അല്ലാതെ ആകുമ്പോൾ അത് കാടായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ വീട് ഭംഗിയുള്ള ഒരു ആലയമാക്കി മാറ്റാൻ വേണ്ടി എന്നും എൻ്റെ കൂടെ എൻ്റെ ഈശോയുടെ തിരുഹൃദയം ഉണ്ടാവും. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ മാത്രം പോയാൽ പോരാ, തിരിച്ചു വരുമ്പോഴും വരണം. വന്നിട്ട് വെറുതെ, ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് പറയില്ലേ, എത്തിയിട്ടോ, അത്ര മതി. ഈശോയുടെ മുമ്പിൽ വന്ന് ഇന്നു മുതൽ നിങ്ങൾ ശീലിച്ചു തുടങ്ങിക്കോ. ഈശോയുടെ മുമ്പിൽ വന്നിട്ട് ഈശോ എത്തിയിട്ടാണ്. അപ്പോൾ ഈശോ ചോദിക്കും, പോയിട്ട് അത്ര നല്ല ജീവിതം അല്ലാട്ടോ ജീവിച്ചത്, കുഴപ്പമില്ല, അത് കേട്ടോ. കാരണം പുള്ളിക്കാരനെ എല്ലാവരും അറിയാമല്ല, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം, ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാതിരി ചോദ്യങ്ങൾ പുള്ളി നമ്മളോട് ചോദിക്കും. പക്ഷെ അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കുറച്ചേക്കാം. അങ്ങനെ ഓരോ പ്രാവശ്യവും കുറച്ച് ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാം മാറ്റി വെക്കുന്നു ഒരിക്കലും വിചാരിക്കേണ്ട. ഓരോ പ്രാവശ്യവും കുറച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം.